ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് താരൻ്റെ കുറച്ച് കാരണങ്ങളെ പറ്റി പറയാം. താരൻ കൂടുതലായി ഉണ്ടാകുന്നത് ഫംഗസ് ബാധ മൂലമാണ്. അതായത് മലാസീസിയ എന്ന ഒരു ഫംഗസ് ആണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇത് ലേറ്റസ്റ്റ് സ്റ്റേജിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കാം. അതുപോലെ തന്നെ തലയോട്ടിയിലെ എണ്ണമയം കൂടുന്നത് ഫംഗസ് അണുബാധ ഉണ്ടാകാനുള്ള അനുയോജ്യമായ ഒരു കാരണമാണ്. അതുപോലെ വരണ്ട ചർമ്മം, ശൈത്യ കാലാവസ്ഥയിലോ വരണ്ട കാലാവസ്ഥയിലോ ഒക്കെ തലയോട്ടിയിലെ ചർമ്മം വരണ്ടതാകുന്നത് കാരണം ചർമ്മം പൊടിഞ്ഞ് താരൻ പോലെ രൂപപ്പെടാം. അതുപോലെ മാനസിക സമ്മർദ്ദം, സ്ട്രെസ്, ഡിപ്രഷൻ ഇതൊക്കെ താരൻ കൂടാനുള്ള ഒരു പ്രധാന കാരണമാണ്. പോഷകക്കുറവ് മൂലവും താരൻ ഉണ്ടാകാം. സിങ്ക് ഡെഫിഷ്യൻസി, അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ബയോട്ടിൻ ഡെഫിഷ്യൻസി, അതുപോലെ അയണിൻ്റെ ഡെഫിഷ്യൻസി ഇതൊക്കെ താരൻ കൂടാനുള്ള കുറച്ച് കാരണങ്ങളാണ്. കുടലിൻ്റെ ബാക്ടീരിയകൾക്ക് എന്തെങ്കിലും പ്രശ്നം, അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥയാണെങ്കിലും നമുക്ക് താരൻ കൂടുതലായി ഉണ്ടാകാം. അതായത് നമ്മൾ പ്രോബയോട്ടിൻസ് എടുക്കുന്നതിൻ്റെ അളവ് കുറവാണെങ്കിലോ ആഹാരത്തിലുള്ള ഫൈബറിൻ്റെ അളവ് കുറവാണെങ്കിലോ ഇത് കുടലിലെ ബാക്ടീരിയയുടെ ആരോഗ്യത്തെ ബാധിക്കാം. അതിൻ്റെ എണ്ണം കുറയുകയും ഇത് താരൻ പോലെയുള്ള അസുഖത്തിന് കാരണമാകുകയും ചെയ്യാറുണ്ട്.